ഹലോ ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേട്ടനിവിടെ ഇരിക്കുവാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇരുത്തിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരമേ. കാരണം തെറാപ്പി ഇല്ലാത്ത ദിവസം ഞങ്ങളിങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും. തെറാപ്പി ഇല്ലാത്ത ദിവസം അതുകൊണ്ടെനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നത് തന്നെയാണ് കേട്ടോ. കിടക്കണ്ടല്ലോ, കുഞ്ഞ് കുറേ ആയില്ലേ കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ടിക്ക് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണേ. ഞാൻ ഇന്ന് കുഞ്ഞുവാവേനോട് പറഞ്ഞു നമുക്ക് ഇരുന്നിട്ടൊരു വീഡിയോ എടുക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അതുകൂട്ടി ആന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നില്ലേ. ഞാൻ പറഞ്ഞു നമുക്ക് ഇരുന്നൊരു വീഡിയോ എടുക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം അമ്മയ്ക്കും കുട്ടിക്കുന്നൊക്കെ. അതെ, കാലൊക്കെ നീട്ടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഉണ്ടോ, കാലൊക്കെ നീട്ടി വെച്ച് നല്ല കുന്തരനായിട്ടാണ് ഇരിക്കുന്നത്, നല്ല സുന്ദര മണിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ സുന്ദര മണിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതെല്ലാവർക്കും ആദൂട്ടി ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമാവും എനിക്കറിയാം കേട്ടോ. എല്ലാവർക്കും ആദൂട്ടിയുടെ മാറ്റങ്ങളൊക്കെയാണ് അറിയേണ്ടത്. ശുണ്ടൻ നിന്നേ പൊട്ടോട്ടില്ല. എന്താണെന്നറിയാമോ, മഴയായതുകൊണ്ട് ചെറുക്കന് കുളിക്കാൻ മടി. അമ്മേനെ കുളിപ്പിക്കാതെ എങ്ങനെ കുളിക്കും അമ്മാന്ന് ചോദിച്ചതല്ലേ. സുന്ദരനെ കുളിക്കാൻ മടിയേ, കുളിച്ചാൻ മടിയുള്ള കൊച്ചാണ് ഇത്. ഇടയ്ക്കൊരു സ്വഭാവമുണ്ട്, ഊർന്നൂർന്നൂർന്നൂർന്ന് താഴേക്ക് ഇങ്ങ് പോരും പിശൂന്നും പറഞ്ഞ്. അന്നേരം അമ്മ എന്ത് ചെയ്യും, വീണ്ടും എടുത്ത് ഇവിടെ വയ്ക്കും, വീണ്ടും ഊർന്ന് പോരും. ഊർന്ന് പോന്നാൽ നിലത്ത് കിടക്കും. പല്ല് പോകുവേ, പല്ല് പോവേ ഇല്ലേ, പല്ല് പോത്തില്ല കേട്ടോ, പല്ല് പോത്തില്ല കേട്ടോ. കുഞ്ഞാവിന് സന്തോഷം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുമാവച്ചിങ്ങനെ ഇരിക്കുന്നേ. ചേട്ടനെല്ലാം കഴിഞ്ഞ് ചമ്പ്രം പിടിഞ്ഞിരിക്കുവാണ് കേട്ടോ. ചേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെയാണ് ചമ്പ്രം പിടിഞ്ഞിരിക്കണം. ചമ്പ്രം പിടിഞ്ഞിരുന്നത് ഇഷ്ടമുള്ളൂ കുഞ്ഞുമാവയ്ക്ക്. ഞാൻ വിചാരിച്ചു കുഞ്ഞുമാവനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. എന്നെ കാണുന്നുണ്ടോ അറിയത്തില്ല കേട്ടോ. ഞാനേ അതുട്ടിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ എന്നെ കാണുന്നുണ്ടോന്ന് അറിയില്ല. അമ്മേനെ കാണുന്നുണ്ടോ? കാണാമോ അമ്മേനെ? എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് കേട്ടോ. പിന്നെ അല്ലേ, അക്കയല്ലടി അമ്മ, അമ്മയാടി പെണ്ണെ അല്ലേ. ആദൂട്ടിനെ ഡെയിലി അതാട്ടോ, ഡെയിലി ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ മിക്കപ്പോഴും ഇരുത്തു കേട്ടോ. കാരണം ഇരുന്നിരുന്ന് ശീലമായിട്ട് വേണമല്ലോ കഴുത്തേക്ക് ഉറച്ച് പിന്നെ തന്നെ ഇരിക്കാനും ഒക്കെ. അതുകൊണ്ട് ഞാൻ കഴുത്തേലിങ്ങനെ പിടിച്ചു കൊടുക്കും. എനിക്ക് പേടിയാണ് കേട്ടോ. പിടിച്ചു കൊടുത്തില്ലേലും കുഴപ്പമില്ല, പക്ഷെ എങ്ങാനും കൊണ്ടുപോയി ഇടുമെന്നൊക്കെ എനിക്കൊരു പേടിയാണ്. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലേ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാകും കേട്ടോ. എൻ്റെ പേടിയൊക്കെ കുറച്ച് ദിവസം കൊണ്ട് പോകും. എന്നാലും ഒരു കിച്ച നമ്മുടെ വീഡിയോ ആദ്യം കണ്ടവർക്കറിയാം, കഴിഞ്ഞ വർഷമൊക്കെ കണ്ടവർക്കറിയാം ആദൂട്ടി ഒന്നും ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം ആദൂട്ടി ഒന്നും ചെയ്യാനായിരുന്നു. പക്ഷെ ആ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ആയപ്പോഴത്തേക്കും ആദൂട്ടിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അത് നല്ല നല്ല മാറ്റങ്ങളാണ് കേട്ടോ വന്നിരിക്കുന്നത്. അയ്യോ തന്നിരിക്കുന്ന നല്ല നല്ല ഒത്തിരി മാറ്റങ്ങൾ വന്നേ. അതിൽ ആദൂട്ടിക്കും അമ്മയ്ക്കൊക്കെ സന്തോഷമാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു പാട്ട് പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഓർക്ക് ഞാൻ എന്താ കാണിക്കുന്നതെന്ന്, പക്ഷെ ആദൂട്ടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു കണ്ടോ, നല്ല സുന്ദര മണിയായിട്ട് ഇരിക്കുന്നു. ഇതപ്പമേ തോർത്തെടുത്ത് വെച്ചില്ല കേട്ടോ. കുഴപ്പമില്ല, എങ്ങനെയൊക്കെ ഇരുന്നൊന്ന് റെഡിയായി ഒന്ന് മിടുക്കനായാൽ മതി എനിക്ക്. കാക്ക വരിക കാക്കാന്ന് അമ്മ ഓർത്ത് എന്താന്ന്. അപ്പൊ അമ്മ ചോദിച്ച എന്താന്ന്. അതുകൊണ്ട് ഇവിടം വരെ എത്തിയില്ലേ, ബാക്കി ദൈവം കൂടി എത്തിച്ചോളൂ. പിന്നെ കുറേ പേർക്ക് കുറച്ച് പേര് പറഞ്ഞു ആദൂട്ടിനെ തൊടാൻ അറപ്പാന്ന്. എടി പുന്നാര മോളെ, നീ ഇതിൻ്റെ അവസാന കാലം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ. മുഴുവരിച്ച് കിടക്കുവാണോ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. മര്യാദയ്ക്ക് ഇരുന്നപ്പോൾ വണ്ടി വന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തന്നത് ആദൂട്ടിനെ എടുക്കാൻ അറപ്പാണ്. അങ്ങനെയുള്ളവർ വരരുത്, അങ്ങനെയുള്ളവർ ഞങ്ങളുടെ അടുത്തേക്ക് വരരുത് കേട്ടോ. അങ്ങനെയുള്ളടത്തേക്ക് ഞങ്ങളെ കാണാനോ ആദൂട്ടിനെ കാണാനോ അങ്ങനെയുള്ളവർ വരരുത്. ആദൂട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. അവർ മതി ഞങ്ങൾക്ക്, വേറെ ഒരൊറ്റ ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ഞാൻ ഒന്നിനും പ്രതികരിക്കുകയില്ല കേട്ടോ. കാരണം എന്താണെന്ന് പറയുക, ആദൂട്ടിന് എന്തെങ്കിലും ബാഡ് പറഞ്ഞാൽ മാത്രമേ പ്രതികരിക്കുള്ളൂ, അല്ലാതെ ഞാൻ ഒന്നിനും പ്രതികരിക്കില്ല. കാരണം ഈ ചാനൽ ആദുമോൻ്റെ ചാനലാണ്, ആദൂട്ടിയുടെ പേരാണ്. പിന്നെ എനിക്ക് പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുണ്ട്. ഇപ്പം മൗണൂസിന് 17 വയസ്സായി.
17 വയസ്സേ. എനിക്ക് ഉണ്ണിക്കുട്ടനുണ്ട്. കാരണം നാളെ ഒരു കാലത്ത് എൻ്റെ മക്കൾ പുറത്തു പോകുമ്പോൾ പറയാൻ പാടില്ല അവരുടെ അമ്മ ഇങ്ങനെയായിരുന്നു, അവരുടെ അമ്മ ചാനലിൽ കിടന്ന് അടിയായിരുന്നു, അവരുടെ അമ്മ വായിട്ട് ചീത്തയായിരുന്നു, അവരുടെ അമ്മ വായിട്ട് തെറിയായിരുന്നു. അത് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. കാരണം എൻ്റെ മക്കൾക്ക് ഞാൻ കാരണം നിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു, നിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, അതൊരിക്കലും ഞാൻ കാരണം എൻ്റെ മക്കൾക്ക് കേൾക്കേണ്ടി വരില്ല കേട്ടോ. അതുകൊണ്ട് എന്നെ ആരെന്ത് വേണേലും പറഞ്ഞു, നോ മൈൻഡ്, ഞാൻ മൈൻഡ് ചെയ്യില്ല. പക്ഷെ എൻ്റെ ആദൂട്ടിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കൈ കിട്ടുവാണെങ്കിൽ കാരണം കുറ്റി അടിച്ച് പൊട്ടിക്കാനും ഞാൻ മടിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് അവിടെ നിന്നത്. ഞാൻ അങ്ങനെ വളർത്തുന്ന കൊച്ചാ അല്ലേ അമ്മ, അങ്ങനെ സുന്ദരനാക്കി വളർത്തുന്ന കൊച്ചും. പിന്നെ എൻ്റെ കൊച്ചിനെ പറയാൻ അമ്മ സമ്മതിച്ചോ? അതാണ് കേട്ടോ. അതൊട്ട് ഇരിക്കുന്ന ഇരിപ്പ്, അയ്യോ കള്ളച്ചെറുക്കൻ്റെ ഇരിക്കുന്ന ഇരിപ്പ്. ഈ ചിരി മതിയില്ലോ, ആർക്കേലും എന്തെങ്കിലും പറയാൻ തോന്നുന്നു. ഇവിടെ എന്താ വെള്ളം പോയാൽ വായിന്ന്? ഇപ്പം വായിന്ന് ഭയങ്കരമായിട്ട് വെള്ളം പോവാണ് കേട്ടോ. വർത്താനം പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളം പോകുന്നത്. ഇവിടം വരെ എത്തിച്ചില്ല ദൈവം നമ്മളെ. ഒന്നും അല്ലാത്തടുത്തുനിന്ന് ആദൂട്ടിയുടെ ആദ്യത്തെ വീഡിയോ കണ്ടാൽ അറിയാം, ഒന്നുമില്ലായിരുന്നു. ഒന്നും ഇല്ലാത്തടുത്തുനിന്ന് ദൈവം ഇവിടം വരെ എത്തിച്ചില്ലേ. ബാക്കി ദൈവം അങ്ങ് നോക്കിക്കോളും, മാത്രമേ ഉള്ളൂ. പിന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്, ഈ ഭൂമിയിൽ എന്താണോ ആദൂട്ടിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് അത് ഞാൻ ചെയ്തു കൊടുക്കും കേട്ടോ. ഈ ഭൂമിയിൽ ആദൂട്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ ലോകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ ആദൂട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. ബാക്കി ദൈവം നോക്കിക്കോളും. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുക, ബാക്കിയുള്ള ദൈവം നോക്കുക. അതാണ് ഞങ്ങളുടെ തീരുമാനം. ആദൂട്ടിന്റെ തീരുമാനം അതാണാ? അതെ, ആദൂട്ടിന്റെ തീരുമാനം അതാണ്. പിന്നെ ഇവനെല്ലാം അനുസരിച്ചാൽ മതി. അമ്മ ഇങ്ങനെ ചെയ്യടാന്ന് പറയുമ്പോൾ അവൻ നോക്കത്തില്ല, അമ്മ ഇങ്ങനെ ചെയ്യടാന്ന് പറയുമ്പോൾ അതൊന്നും നോക്കത്തില്ല. അതാണ് ഒരു പ്രശ്നം. അനുസരണ ഇല്ലാത്തതാണ് ഇവിടെ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ. എൻ്റെ കുട്ടി പാവം, എൻ്റെ കുട്ടി ചുണ്ടര കുട്ടി, എൻ്റെ മാളു ചേച്ചി പിടിക്കുന്നത് ഇങ്ങനെ. പിന്നെ ഞങ്ങളുടെ മാളു ചേച്ചിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, ഫെബ്രുവരി. അയ്യോ കയ്യിൽ നിന്ന് പോയി, ഫെബ്രുവരി അല്ല, പറഞ്ഞു കൊടുക്കുക. ചേച്ചി പെണ്ണിൻ്റെ ബർത്ത്ഡേ എപ്പോഴാണ്? ജൂലൈ 26-ാം തീയതി മാളുവിൻ്റെ ബർത്ത്ഡേ ആണ്, അടുത്ത ശനിയാഴ്ച കേട്ടോ. ഞങ്ങളുടെ ചേച്ചി പെണ്ണിന് 17 വയസ്സ് പൂർത്തിയാകും അല്ലേ. 17 വയസ്സുകാരി ഒരു ചേച്ചിയുണ്ട്, എന്നത് അറിയാമോ? പെട്ടെന്ന് സ്കൂളിലൊക്കെ പൊക്കോ കേട്ടോ. പെട്ടെന്ന് സ്കൂളിലൊക്കെ പൊക്കോ അല്ലേ. അതെ. പിന്നെ ഞാനേ 1 മണിക്കൂർ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇപ്പം ഒരു 10 മിനിറ്റ് ആയി തോന്നുന്നു. അന്നേരം ആ പാത്രക്കാരൻ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞു പോയേനെ. പാത്രക്കാരനല്ല, നമ്മൾ ബുക്കൊക്കെ കൊടുക്കില്ല, അങ്ങനെ വന്നത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു പോയേനെ. ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല. ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ് രണ്ടുപേരും കൂടി ഇരിക്കുവാണ്. പിന്നെ നമുക്ക് വൈഫൈ ഇല്ല കേട്ടോ. വൈഫൈ എന്താണോ കട്ടായി പോയേക്കുവാണ്. വൈഫൈന് ഇന്ന് വരുവാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ഇടും, അല്ലെങ്കിൽ ഞങ്ങൾ നാളത്തേക്കായിരിക്കും മാറ്റി വയ്ക്കുന്നത്. കണ്ണുരുട്ടി പേടിപ്പിക്കുന്നോ? ആദൂട്ടിൻ്റെ സന്തോഷം കണ്ടോ? ഇതിൽ പറ എനിക്ക് എന്ത് സന്തോഷം ഈ ഭൂമിയിൽ വേണ്ടത്? ഇവന്റെ സന്തോഷമാണ് എൻ്റെ എല്ലാ സന്തോഷം. കുഞ്ഞിക്കളൻ്റെ സന്തോഷമാണ് അമ്മയുടെ എല്ലാ സന്തോഷവും. ഇതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഫോണ് വരെ വന്നേ. ഫോണ് എന്തോ ചെയ്യാനാ, ഫോണ് വരുന്നതിന് എന്തോ ചെയ്യാനാ? ഈ ചെറുക്കനോട് ഞാൻ പറഞ്ഞു ഫോൺ എടുക്കേണ്ടത്, പക്ഷെ അവൻ എടുത്തേ പറ്റുള്ളൂ. ആദൂട്ടിക്ക് ഫിസിയോതെറാപ്പി ഇല്ല കേട്ടോ ഇന്ന്, എന്താണെന്ന് അറിയത്തില്ല, ലീവാണ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കൊണ്ടുപോയില്ല. കാരണം എനിക്ക് ആദൂട്ടിനെ ഇവിടെ ഇച്ചിരി നേരം ഇങ്ങനെ ഇരുത്താലോ എന്ന് വിചാരിച്ചിട്ടും കൊണ്ടുപോയില്ല. പിന്നെ ആദൂട്ടി ആ സമയമായപ്പോഴത്തേക്കും ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ ഉറങ്ങുന്ന ചെറുക്കനെ അവിടെ കൊണ്ടുപോയിട്ട് എന്തിനാ? അമ്മേനെ പേടിപ്പിച്ചോളൂ. അമ്മേനെ പേടിപ്പിച്ചു എൻ്റെ അമ്മി. സുന്ദരനാണ്. പിന്നെ നെഗറ്റീവ് കമൻറ്റ് അത് ഞാൻ പറഞ്ഞു, അത് വിട്ടു കേട്ടോ. എനിക്ക് വിട്ടു, കാരണം ഞാൻ അതൊന്നും ശ്രദ്ധിക്കാൻ പോകില്ല. എനിക്ക് അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല കേട്ടോ. കാരണം ഞാൻ ഒത്തിരി ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. അതൊരു അമ്മയുടെ അഹങ്കാരമല്ല, ഒരു അവകാശമാണ്. എൻ്റെ ആദൂട്ടിനെ ഒന്ന് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയിലാണ്. അങ്ങനെയാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. അങ്ങനെ നമുക്ക് ഒരുപാട് പേരെ കിട്ടിയിട്ടോ. ദൂരം ആൾക്കാരെ നമ്മുടെ ആദൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഞാൻ ഊഞ്ഞാലാടുന്നൊരു വീഡിയോ ഉണ്ടല്ലോ, ഊഞ്ഞാലാടുന്ന വീഡിയോയിൽ ആദുവിൻ്റെ കാലൊരു നിലത്തൊന്ന് മെല്ലെ ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. അതെനിക്കൊരു ചേച്ചി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാല് തട്ടുന്നത് എനിക്ക് കാണിച്ചു തന്നു. മേരി എന്ന് പറഞ്ഞൊരു ചേച്ചി കേട്ടോ. എനിക്ക് എന്തോരം സന്തോഷമായി എന്നറിയാമോ? ഒത്തിരി സന്തോഷമായി. കാരണം അങ്ങനെ ഒരുപാട് പേര് ആദൂട്ടിനെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയുണ്ട് എങ്ങനെയാന്നൊക്കെ ഒത്തിരി പേര് ആദൂട്ടിനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ഇനി അങ്ങനെ ശ്രദ്ധിക്കണം. അതെ, ഇറങ്ങിപ്പോന്നു, ശ്രദ്ധ കൂടിപ്പോൾ ഇറങ്ങിപ്പോയി. അതാണിപ്പോൾ പ്രശ്നം. അങ്ങനെ പറഞ്ഞ് ഒത്തിരി പേര് പറഞ്ഞു കൊച്ചിനെ നമുക്ക് അല്ല, അവർ പറയാ ചേച്ചി ഒന്നിനും കൂടി ശ്രദ്ധിക്കണം, പേടി കേട്ടോ, കാലയിൽ മുറിയരുത്. നാളെ തമിഴാണ്,
എനിക്കൊന്നും അറിയത്തില്ല തമിഴ്, പക്ഷെ അറിയാവുന്ന പോലെ ഞാൻ മലയാളം പറയുമ്പോൾ തിരിച്ച് പറയും കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര്, ഒത്തിരി ഒത്തിരി പേര്, പേരെടുത്ത് പറയാൻ പറ്റാത്തൊരു പേര് അയ്യോ സപ്പോർട്ട് ചെയ്തിട്ട് ഇതാ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും ആദൂട്ടിനെ ഇഷ്ടമാവും, നമ്മുടെ വീഡിയോ ഇഷ്ടമാവും എന്നൊക്കെ വിചാരിക്കുന്നു. വൈഫൈ ഇല്ലാത്തതുകൊണ്ട് ഇത് ഇന്ന് വരുമോ നാളെ വരുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉണ്ണിക്കൂടെ സ്കൂളിൽ പോയിട്ടോ, ചേട്ടൻ സ്കൂളിൽ പോയി കുറേ ദിവസം കൂടി. ചേട്ടന് സ്കൂളിൽ പറഞ്ഞു കുട്ടിയാന്. അവൻ പോയി പഠിക്കട്ടെ. ഉണ്ണിക്കൂടെ പോയി പഠിക്കട്ടെ എന്ന് വിചാരിച്ച അമ്മ സ്കൂളിൽ പറഞ്ഞു വിട്ടു. അമ്മ ചെയ്തത് ശരിയാണോ? അപ്പം തെറാപ്പി ഇല്ലാത്തപ്പോൾ ഞാനും ആദൂട്ടി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞങ്ങളുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ കുറച്ച് നേരം കൂടി ഒരു 1/4 മണിക്കൂർ കൂടി ഇരുത്തട്ടെ കേട്ടോ. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നമ്മുടെ ആദൂട്ടിയുടെ മാറ്റങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസം ഓരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റ ബൈ ബൈ. ടാറ്റ കൊടുക്ക്. കൊച്ചിൻ്റെ കൈ വെച്ച് നോക്കും, പിന്നെ എങ്ങനെ ടാറ്റ തരും?